ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ക്രിസ്റ്റൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മളുടെ ഒരുപാട് കാലങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ റിസൾട്ടായിട്ട് വി ആക്ച്വലി ലോഞ്ച്ഡ് അവർ UGC നെറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 വോളിയായിട്ടാണ് ഈ പുസ്തകം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പല ആൾക്കാരുണ്ട്. 2 വർഷത്തെ എൻ്റെ ഒരു പ്രയത്നമുണ്ട്. അതുപോലെ സ്റ്റാഫ് മെമ്പേഴ്സ്, അതർ ഫാക്കൽറ്റി മെമ്പേഴ്സ്, കോണ്ടന്റിന് വേണ്ടി സപ്പോർട്ടും സജഷൻസും തന്നിട്ടുണ്ടായിരുന്ന പല ആൾക്കാർ പല വിധത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുസ്തകം വായിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. സോ ഹാവ് എ കെയർഫുൾ അണ്ടർസ്റ്റാൻഡിങ്. ഈ പുസ്തകം സാധാരണ രീതിയിലുള്ള കുറച്ച് കോണ്ടന്റുകൾ കൂട്ടിച്ചേർത്ത ഒരു പുസ്തകമല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നെറ്റ് എക്സാമിനേഷന് സ്റ്റുഡൻസിന് ഒരു സിംഗിൾ റിസോഴ്സ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റാവുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ 3 വോളിയുണ്ട്. ഒന്ന് ആൻഷ്യൻ്റ് ഇന്ത്യ, ദെൻ മിഡീവൽ ഇന്ത്യ, ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ടോട്ടലി ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി. ടോട്ടലി 945 പേജുകൾ വരുന്നുണ്ട് ഈ 3 വോളിയായിട്ട്. ഈ 3 പുസ്തകങ്ങളിലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഈ ബുക്കുകൾ മെയിൻലി നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉപീന്ദർ സിംഗിന്റെ ഏൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പുസ്തകമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി പോയിന്റ്സ് എന്ന രീതിയിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. മിഡീവലോട്ട് വരുന്ന സമയത്ത് സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യ പാർട്ട് 1, പാർട്ട് 2. മോഡേൺ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ശേഖർ ബന്ദോപാധ്യായയുടെ ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ എന്ന് പറയുന്ന പുസ്തകം. ഇതാണ് ഹിസ്റ്ററിയിൽ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എക്സാമിന് നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം സിലബസ് പ്ലസ് PYQ അണ്ടർസ്റ്റാൻഡിങ് അടിസ്ഥാനത്തിലാണ് കോണ്ടന്റ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് ഓരോന്നും എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞുതരാം. ആദ്യം ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഈ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ വായിക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് 17 യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 17 യൂണിറ്റുകൾ. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ബേസിക് ലേണിംഗ്. ഹിസ്റ്ററി അറിയാത്തൊരു സ്റ്റുഡൻറ്റിന് പോലും പരിചയപ്പെടുത്തുന്ന രൂപത്തിലോട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റോൺ ഏജ്, കാൽക്കോലിത്തിക്, ഇൻഡസ് വാലി, അങ്ങനെ അതിൻ്റെ ഓർഡറിൽ വരുന്നു. അതിൽ 17ാമത്തെ യൂണിറ്റ് എക്സാം സ്പെസിഫിക് റിവിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സാമിൻ്റെ സമയത്ത്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നു, ഞാൻ നോട്ടിഫിക്കേഷൻ അല്ല പറയുന്നത്, ഡേറ്റ് വന്നു, നിങ്ങൾക്ക് ഒരു 10 ദിവസം സമയമുണ്ട്. ആ 10 ദിവസം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 പുസ്തകം എടുത്തിട്ട് ഇതിൻ്റെ എക്സാം റിവിഷൻ ടോപ്പിക്ക് മാത്രം ഒന്ന് വൃത്തിക്ക് റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. കാരണം അത് എക്സാമിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി പുസ്തകത്തിൻ്റെ ഇൻഡെപ്ത് കോണ്ടന്റിലോട്ട് പോകുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, പോയിന്റ് വൈസ് ആണ് നോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫോർ ഈസി റീഡബിലിറ്റി. അതേസമയത്ത് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ ഈ പുസ്തകത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില സ്ഥലത്ത് നിങ്ങൾക്ക് നോട്ട് കാണാൻ വേണ്ടി പറ്റും. മറു സ്ഥലത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഓരോ യൂണിറ്റിൻ്റെയും ഭാഗങ്ങൾ കഴിയുമ്പോൾ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ പാലിയോലിത്തിക് ഏജിലെ സൊസൈറ്റി എന്ന് പറയുന്ന ഉപീന്ദർ സിംഗിലെ പോയിന്റ്സ് കഴിഞ്ഞതിന് ശേഷം ദർ ഇസ് വൺ പെർട്ടിക്കുലർ ടാസ്ക്. Draw the map of India and label the major sites from Paleolithic and also mark the uniqueness of each site. അങ്ങനെ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങളിത് വെറും ഒരു പുസ്തകമായിട്ട് വായിച്ച് തീർക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ടാസ്ക് എത്തുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡ്രോയിങ് വൺ പെർട്ടിക്കുലർ മാപ്പ് ഓഫ് ഇന്ത്യ ഇൻ എ സിമ്പിൾ സെൻസ്. എന്നിട്ട് നിങ്ങൾ ഈ വായിച്ച ഭാഗത്തിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ പാലിയോലിത്തിക് നിങ്ങൾ വായിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സൈറ്റുകൾ ഉണ്ടാവും, അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സൈറ്റുകൾ ഒന്ന് മാപ്പിലോട്ട് മാർക്ക് ചെയ്തിട്ട് വൈ ദാറ്റ് സൈറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 10+ ടാസ്കുകൾ നിങ്ങൾക്ക് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ മാത്രം കാണാൻ വേണ്ടി പറ്റും. ആൻഷ്യൻ്റ് ഇന്ത്യയാണ് ടാസ്ക് ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേ സമയത്ത് ബാക്കി രണ്ടും, അല്ലെങ്കിൽ എല്ലാ ബുക്കിലും നിങ്ങൾക്ക് കോമൺ ആയി കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇനി പറയുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു ലേബൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാം സ്പെസിഫിക്, ഓരോ യൂണിറ്റിന്റെ അകത്തും ഓരോ സബ് ടോപ്പിക്കിന്റെ വാല്യൂ അനുസരിച്ച്, എക്സാമിനേഷന്റെ ഡിമാൻഡ് അനുസരിച്ച് വി യൂസ് വൺ പെർട്ടിക്കുലർ ടേം, ദാറ്റ് ഈസ് കോർ ടോപ്പിക്, അല്ലെ. അപ്പൊ ആ കോർ ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് എക്സാം സ്പെസിഫിക് എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ എക്സാം സ്പെസിഫിക്കിൽ ദ മോസ്റ്റ് ഫേമസ് ആർക്കിയോളജിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കാണാൻ പറ്റും.
അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കേ, ഈ ആർക്കിയോളജിസ്റ്റ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നെറ്റ് എക്സാമിനേഷൻ. അപ്പോൾ അതിന് നിങ്ങൾ ഇത് റിവൈസ് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു ടേബിളാണ് അവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് എന്താ സമ്മറി ടേബിൾസും ഈ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുള്ള. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ആ യൂണിറ്റിൽ തന്നെ നിങ്ങൾക്ക് എക്സാം സ്പെസിഫിക്കിന്റെ അകത്തും അല്ലാതെയുമായിട്ട് സമ്മറി ടേബിൾസ് കിട്ടും എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നോക്കിക്കേ, ഞാനൊരു കേസ് സ്റ്റഡി എന്ന ഭാഗത്ത് ഐ എം ജസ്റ്റ് ഹാവിങ് വൺ പെർട്ടിക്കുലർ ചാപ്റ്റർ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു റാൻഡം ചാപ്റ്റർ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്ന 13ാമത്തെ ചാപ്റ്റർ. ഈ 13ാമത്തെ ചാപ്റ്ററിന്റെ മാത്രം പ്രത്യേകതകൾ ഞാൻ ആൻഷ്യന്റ് എന്ന് പറഞ്ഞുതരാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻഷ്യന്റ് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിടുത്തം കിട്ടും. മെഡീവലിലോട്ടും മോഡേണിലോട്ടും ഹിസ്റ്റോറിയോഗ്രാഫിനും ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്ന 13ാമത്തെ യൂണിറ്റിൽ എന്താണ് പീരീഡ്, അതിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആദ്യം കൊടുത്തു. ശേഷം മേജർ ഡൈനാസ്റ്റീസ് ആൻഡ് ദർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഓരോ ഡൈനാസ്റ്റിയും അതിൽ വരുന്നതും അതിന്റെ യുണീക്നെസ്സും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം സ്പെസിഫിക് ആയിട്ട് ഓരോ ഡൈനാസ്റ്റിയിലോട്ടും പോകുന്നുള്ളതാണ്. After discussing some of the very important sources of that particular post-Mauryan period. Post-Mauryan period എന്ന് പറയുമ്പോൾ അതിൽ 500 വർഷമുണ്ട്. ആ 500 വർഷത്തെ പല സോഴ്സുകൾ, ലിറ്റററി സോഴ്സസ് ആകാം. ദെൻ മിലിൻഡ പാൻഹു എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ മിലിൻഡ പാൻഹു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ആർക്കിയോളജിക്കൽ സോഴ്സസും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഷുങ്കാസിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി കഴിഞ്ഞിട്ട്, ഒന്ന് ശ്രദ്ധിക്കുക, ഷുങ്കാസിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ എക്സാം സ്പെസിഫിക് ഉണ്ടാവും. അപ്പോൾ ഷുങ്കാസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ എക്സാം സ്പെസിഫിക് ആണ്. ആഫ്റ്റർ റീഡിങ് ദിസ് വൺ, ഫോക്കസ് ഹിയർ. അതിനാണ് എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കണ്ടോ, റൂളേഴ്സിന്റെ ക്രോണോളജി ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയാണ്. അതിൽ തന്നെ റൂളേഴ്സിന്റെ മേജർ കോൺട്രിബ്യൂഷനും ഫീച്ചേഴ്സ് ഉണ്ട്, അതും ചോദിക്കാറുണ്ട്. റിഗാർഡിംഗ് ദ നേച്ചർ ആൻഡ് ആസ് വെൽ ആസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചോദിക്കാം. ഹിലിയോഡോറസ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പില്ലാർ ഇൻസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഇൻ ദ വിദർഭ റീജിയൻ ഓഫ് മധ്യപ്രദേശ്. അത് ഏത് ശുംഗരാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇറക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ ക്രോണോളജിയും റൂളറും മനസ്സിലാക്കണം. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയുമെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഹിയർ. ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയേ, ഞാൻ പറയുന്ന ഓരോ വീഡിയോയിലും ഓരോ പ്രധാനപ്പെട്ട എലമെന്റ്സ് കൂടെ ഞാൻ പറയുന്നുണ്ട്. അതിൽ ഹിസ്റ്ററി ഓഫ് ദ പില്ലാർ, അതിൻ്റെ ആ പില്ലാറിനെ കുറിച്ച് മാത്രം ഒരു ചരിത്രം വേറെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട കീ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട്. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ ഈ പുസ്തകം വായിച്ചെടുക്കാൻ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പോസ്റ്റ് മൗര്യയിലെ ഒരു ഭാഗം മാത്രമാണ്. ദെൻ അതിനുശേഷം ഞാൻ മിഡീവലിലോട്ട് വരുന്ന സമയത്ത് മിഡീവലും ഇതേപോലെ 15 യൂണിറ്റുകളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഏർലി മിഡീവലിന്റെ യൂണിറ്റുകളാണ് ആദ്യത്തെ 5 വരുന്നത്. പിന്നീട് ടർക്കിഷ് ഇൻവേഷൻ, ഡൽഹി സൽത്തനേറ്റ്, വിജയനഗര, ബാമണി. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് എക്സാമ്പിളായിട്ട് കാശ്മീരിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇൻ യുവർ സിലബസ് എക്സാക്ട്ലി. അപ്പോൾ സിലബസിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ എക്സാമിനേഷന്റെ ട്രെൻഡ് അനുസരിച്ച് വരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചാപ്റ്റർ നമ്പർ 11 ആണ് കാശ്മീർ ഹിസ്റ്ററി വരുന്നത്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചാപ്റ്ററിലെയും ക്രോണോളജി ഓഫ് ദ റൂളേഴ്സ്, എക്സാം സ്പെസിഫിക് ആൻഡ് ടേബിൾ കോണ്ടന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മിഡീവൽ വരുന്നുണ്ട്. നൗ കമ്മിങ് ടു മോഡേൺ ഇന്ത്യയും ഹിസ്റ്റോറിയോഗ്രാഫിയും ഒരൊറ്റ ബുക്കായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ മോഡേൺ ഇന്ത്യ നമുക്ക് 24 യൂണിറ്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് ദ എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്സ്. അതിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഏരിയാസും ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്റെ ഹിസ്റ്ററി വരെ 2000 വരെയുള്ള റീസെന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് വരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ചാപ്റ്ററും എക്സാം സ്പെസിഫിക് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാകുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോറിയോഗ്രഫിയാണ്. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫി ദാറ്റ് ഈസ് സിംപ്ലി ഡിവൈഡഡ് ഇൻ ടു 5 യൂണിറ്റ്സ്. ഹിസ്റ്റോറിയോഗ്രാഫി 5 യൂണിറ്റ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലും 5ാമത്തെ യൂണിറ്റ് എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്. അപ്പോൾ നിങ്ങളുടെ സിലബസിനെ ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ, റിസർച്ച് മെത്തഡോളജി, വേൾഡ് ഹിസ്റ്റോറിയോഗ്രാഫി, ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി, ദെൻ 5ാമത്തെ യൂണിറ്റ് എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക്. ഈ എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക് എന്ന് പറയുന്ന ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഈ ഒരു യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദാറ്റ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ PYQs. PYQസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഫുള്ളി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PYQസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ എവിടെയും കേൾക്കാത്ത കുറച്ച് പേരുകളുണ്ടാവും. അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വരെ നമ്മൾ ഈ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ ആ രീതിയിലാണ് ഈ ബുക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു അടിസ്ഥാനത്തിൽ പുസ്തകം കിട്ടുന്ന സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു ബുക്ക് കഴിഞ്ഞിട്ട് അടുത്ത ബുക്കിലോട്ട് പോകുക. റാൻഡം ആയിട്ട് വായിക്കാൻ നിൽക്കരുത്. ഇനി നിങ്ങൾക്ക് ഫൈനലി എക്സാം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് എല്ലാ യൂണിറ്റിന്റെ അകത്തും എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചരിത്രം അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മാത്രം വായിച്ചിട്ട് പോവുക.
ഇനി എക്സാമിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു 2-3 ദിവസമാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഓരോ ബുക്കിൻ്റെയും അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന എക്സാം സ്പെസിഫിക് റിവിഷൻ ടോപ്പിക് എന്ന് പറയുന്ന ആ യൂണിറ്റെങ്കിലും വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഹൈ വേർത്ത് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ സെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ആർക്കെങ്കിലും ഈ പുസ്തകം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉടനടി ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പുസ്തകം കിട്ടിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ നിങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവവും കാര്യങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഈ പുസ്തകം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവർ ചെയ്യും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് വൺ ഓഫ് ദി അമേസിംഗ് ബുക്ക് ദാറ്റ് യു വിൽ ഗെറ്റ് റിഗാർഡിംഗ് യുവർ UGC നെറ്റ് എക്സാമിനേഷൻ. UGC നെറ്റ് എക്സാമിനേഷൻ മാത്രമല്ല, ഹിസ്റ്ററി നിങ്ങളൊരു കരിയർ ഓപ്ഷനായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ ക്വാളിറ്റിയുടെ പ്രത്യേകത. സോ ക്വാളിറ്റി മാറ്റേഴ്സ്. സോ ഒട്ടും മിസ്സാക്കണ്ട. ബുക്ക് വാങ്ങിക്കാത്തവർ അത് വാങ്ങിക്കുക, അല്ലാത്തവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. സോ ഈ ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ നൗ.